അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണത്തെക്കുറിച്ച് യുഎസ് ഭരണകൂടത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നാട് കടത്താനുള്ള അന്തിമ ഉത്തരവായിട്ടുള്ള 295 ഇന്ത്യക്കാരാണ് ഇപ്പോൾ യുഎസ് എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലുള്ളതെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അമേരിക്കയിൽ നിന്നും ഇനി നാടുകടത്താനുള്ള ഇന്ത്യക്കാരുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങളിൽ വ്യക്തതയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തുറന്ന് സമ്മതിച്ചത്. ഇന്ത്യൻ പാസ്പോർട്ടുകൾ കൈവശം വെച്ചിരിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന മൊത്തം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ യുഎസ് ഭരണകൂടം നൽകിയിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ന്യായീകരണം. അതേസമയം 295 ഇന്ത്യക്കാരെ ഉടൻ നാടുകടത്തുമെന്ന് അമേരിക്ക അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇവർ നിലവിൽ യുഎസിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലാണ്. ഇവരുടെ ഇന്ത്യൻ പൗരത്വം സ്ഥിരീകരിക്കൽ പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് നാടുകടത്തുക. 2025 ജനുവരി മുതൽ ഇതുവരെ 388 ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയതായും കേന്ദ്രം അറിയിച്ചു. കൂടാതെ നാടുകടത്തപ്പെട്ടവരോടുള്ള യുഎസ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെ പ്രതിരോധിക്കാൻ 2012 യുഎസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തിന്റെ മാനദണ്ഡങ്ങളെയും നിയന്ത്രണങ്ങളെയും കേന്ദ്രം മറുപടിയിൽ ഉദ്ധരിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.